പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി ഇന്ത്യ മുന്നണിയിൽ അഭിപ്രായ ഭിന്നത. മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം ശരത് പവാർ തള്ളിക്കളഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആവശ്യമില്ല എന്നാണ് ശരത് പവാറിൻ്റെ നിലപാട്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, എന്തായാലും രാധാകൃഷ്ണൻ ഈ പുകമഞ്ഞിൻ്റെ നടുവിൽ ആളറിയാൻ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒരു വിഷമമുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട് കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് രസമുണ്ട്, പശ്ചാത്തലത്തിൽ നല്ല വെള്ള. ഓക്കെ, പറയൂ രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ എന്താണ് ശരത് പവാറിൻ്റെ ഉള്ളിൽ? ശരത് പവാർ പറയുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട എന്നാണ് പറയുന്നത്. നേരത്തെ മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയെ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച് ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നാണ് പറഞ്ഞത്. പക്ഷേ നിതീഷ് കുമാറിന് അത് അത്ര രസിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതിഷേധം അദ്ദേഹം പല വിധത്തിലും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ശരത് പവാർ ഇന്നലെ പറഞ്ഞ സ്ഥലം കൂടി നമ്മൾ കാണുമ്പോൾ ഈ ഇന്ത്യ മുന്നണിയിൽ ഒരു കൂറുമുന്നണി രൂപപ്പെടുകയാണോ എന്ന സംശയം തോന്നുന്ന വിധത്തിലാണ് സാഹചര്യം. അദ്ദേഹം പട്നയിലാണ്, നിതീഷ് കുമാറിന്റെ തട്ടകമായിട്ടുള്ള പട്നയിലെത്തി അവിടെ വെച്ചാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂട്ടത്തിൽ ഈ മുന്നണിയിലെ ഏറ്റവും തലമുതിർന്ന നേതാവും പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ ചെയ്തിട്ടുള്ള വക്താവും എന്ന രീതിയിൽ ശരത് പവാറിനെ സംബന്ധിച്ച് വലിയ പ്രസക്തി ഉണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ വിധത്തിൽ ഇങ്ങനെ പോയില്ലെങ്കിൽ അഥവാ ഈ ആരെയെങ്കിലും പ്രഖ്യാപിച്ചാൽ അത് തിരിച്ചടി ഉണ്ടാക്കും, അഥവാ അല്ലാതെ എല്ലാ പ്രാദേശിക പാർട്ടികളും അവരവരുടേതായിട്ടുള്ള രീതിയിൽ മത്സരിച്ചാൽ കൂടുതൽ സീറ്റുകൾ സമാഹരിക്കാം, അതിനുശേഷം ആര് പ്രധാനമന്ത്രി ആകണം എന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യം ചർച്ച ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രഖ്യാപിക്കുന്നതിനോട് അദ്ദേഹം നേരെ വിപരീതമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയിൽ ഇപ്പോഴും ഈ വിഷയത്തിൽ തുടരുന്ന അവ്യക്തത വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. താങ്ക് യു ആർ രാധാകൃഷ്ണൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.